പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണക്കാലം എല്ലാവർക്കും ആഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെയും കാലമാണ്. നല്ലവനായ ഒരു അസുര ചക്രവർത്തി നാടുവാണിരുന്ന കാലവും അദ്ദേഹത്തിന്റെ ത്യാഗവും സ്മരണയുമാണ് ഈ ഓണക്കാലത്ത് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഓണക്കാലത്ത് ഈ നല്ലവനായ ചക്രവർത്തി വീണ്ടും വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ ഓരോ ഓണക്കാലത്തും പുനർജനിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ത്യാഗം കൊണ്ട് നമ്മൾ എല്ലാവരെയും നമ്മെ തന്നെ ശൂന്യനാക്കി നമ്മുടെ വിഷമതകളെല്ലാം നമുക്ക് ഏറിക്കൊണ്ട് എല്ലാവരെയും സഹായിക്കാനും കൈപ്പിടിച്ചുയർത്തുവാനും നമുക്ക് ഈ ഓണക്കാലത്ത് നമുക്ക് സാധിക്കണം. കുറെ പണവും വസ്തുവകകളും എല്ലാം ഉണ്ടായാലും ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആറടി മണിയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പുനർജനിക്കേണ്ടത് ആത്മീയതയിലാണ്. ഭൗതികപരമായ വസ്തുവകൾ നേടുന്നതിലല്ല, ആത്മീയപരമായ ത്യാഗത്തിലൂടെയാണ് നമ്മൾ ഓണാഘോഷം കൊണ്ടുവരുന്നത്. ഏറ്റവും വലിയ ത്യാഗം ചെയ്തിരിക്കുന്ന ദൈവപുത്രനാണ് യേശുക്രിസ്തു. എല്ലാ മനുഷ്യരുടെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ വരുന്നവരോട് യേശുക്രിസ്തു അരുളി ചെയ്തു. വിശുദ്ധ മാർക്കോസ് സുവിശേഷത്തിൽ 8:34 ഇങ്ങനെ പറയുന്നു: ഒരുവൻ തന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ ആർപ്പുവിളികളും ആഘോഷങ്ങളും വിനോദങ്ങളും എല്ലാം രാഷ്ട്രീയ, സാമൂഹിക, ആധ്യാത്മിക രംഗങ്ങളിലുള്ള ജീവിതത്തിന്റെ ധന്യതയുടെയും അതിന്റെ വളർച്ചയ്ക്കും പരസ്പരം സഹായിക്കുന്നതിനും മറ്റുമായി വളർത്തേണ്ടതാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന ഏക നേട്ടം നമ്മുടെ ആത്മീയപരമായ വളർച്ചയാണ്. മഹാബലിയുടെ ത്യാഗത്തിന്റെ മാർഗം ഉൾക്കൊള്ളുന്ന എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ ത്യാഗസ്മരണ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പുനർജനിക്കാം, ആത്മീയപരമായി പുനർജനിക്കാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.